നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ദിനാശംസകൾ. പ്രധാന വാർത്തകൾ. മോദിയെ കുറ്റവിചാരണ ചെയ്ത് പ്രതിഷേധ സംഗമം. സംഗമം സംഘടിപ്പിച്ചത് കോൺഗ്രസ് കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി. സമന്വയ ഭാരത് ഉത്സവ് അഖിലേന്ത്യാ കലോത്സവത്തിന് ഉജ്ജ്വല തുടക്കം. പരിപാടി നടക്കുന്നത് മുനിസിപ്പൽ ടൗൺ ഹാളിൽ. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ മാത്രമേ കോൺഗ്രസ് നോക്കിക്കാണൂവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാഞ്ഞങ്ങാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകട ഭീഷണിയിൽ ആൽമരം. മഞ്ചേശ്വരം നാഷണൽ ഹൈവേക്ക് സമീപമാണ് ഈ കാഴ്ച. പയസിനി കാസർഗോഡിന്റെ നേതൃത്വത്തിൽ ഗഡിനാട് കന്നഡ സംസ്കൃതി ഉത്സവം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മോദിയെ കുറ്റവിചാരണ ചെയ്ത് പ്രതിഷേധ സംഗമം നടത്തി. കോൺഗ്രസ് കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം KPCC നിർവാഹക സമിതി അംഗം VA അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. മുന്നൊരുക്കമില്ലാതെ നോട്ട് പിൻവലിച്ച് ജനജീവിതം ദുസ്സഹമാക്കിയതുമായി ബന്ധപ്പെട്ടാണ് മോദിയെ കോൺഗ്രസ് കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ ചെയ്ത് പ്രതിഷേധ സംഗമം നടത്തിയത്. KPCC നിർവാഹക സമിതി അംഗം PA അഷ്റഫ് അലി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം വിചാരിച്ച പോലെ മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇറങ്ങി ഗോവയിലെ ഒരു പൊതുയോഗത്തിൽ ജനങ്ങളോട് വളരെ വ്യക്തമായി അദ്ദേഹം പ്രഖ്യാപിക്കേണ്ടായി, ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ നോട്ട് പിൻവലിച്ചത്. അതിന് അപാകത വന്നു പോയിട്ടുണ്ട്, അത് എനിക്ക് ക്ഷമിക്കണം. ഒരു 50 ദിവസം നിങ്ങളെ കാത്തു നിൽക്കണം. 50 ദിവസം കൊണ്ട് ഈ നോട്ട് പിൻവലിക്കൽ മൂലമുണ്ടായ മുഴുവൻ കുറവുകളും ഞാൻ പരിഹരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KA ഖാലിദ് അധ്യക്ഷത വഹിച്ചു. കരുൺ താപ്പ, വിനോദ് കുമാർ, R ഗംഗാധരൻ, വട്ടേക്കാട് മെഹമ്മൂദ്, K മനോഹരൻ, KS മണി, കുഞ്ഞി വിദ്യാനഗർ, മനാഫ് നുള്ളിപ്പാടി, CH വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സമന്വയ ഭാരത് ഉത്സവ് 2016 അഖിലേന്ത്യാ കലോത്സവത്തിന് തുടക്കമായി. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടി. സമന്വയ ഭാരത് ഉത്സവ് 2016 അഖിലേന്ത്യാ കലോത്സവത്തിനാണ് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ തിരിതെളിഞ്ഞത്. ജില്ലയിലെ കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടി കാസർഗോഡ് ചിന്ന ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. രൂപവാണിയാർ ഭട്ട്, തോമസ് ഡിസൂസ, മുഹമ്മദ് മുബാറക് ഹാജി, D സുജിത് കുമാർ, രാമപ്പ മഞ്ചേശ്വരം, ഡോക്ടർ അനന്ത കാമത്ത്, അഡ്വക്കേറ്റ് KR ഹസൈനാർ, അബ്ദുൾ റഹ്മാൻ പെർല, ആമു അടുക്കസ്ഥല, ഹമീദ് പുതുമണ്ണ്, കേളുമാസ്റ്റർ അകൽപ്പാടി തുടങ്ങിയവർ സംബന്ധിച്ചു. വിമർശനങ്ങളെ കോൺഗ്രസ് എന്നും സഹിഷ്ണുതയോടെ മാത്രമേ കാണുകയുള്ളൂവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാഞ്ഞങ്ങാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു വിമർശനമായിട്ട് ഞാൻ കാണുന്നില്ല. വിമർശനത്തെ കോൺഗ്രസ് ഒരിക്കലും അസഹിഷ്ണുതയോടുകൂടി കാണത്തില്ല. വിമർശനം ഒരർത്ഥത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ്. സ്വയം വിമർശനം പോലും കോൺഗ്രസിൽ ധാരാളം അവസരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾ പോരാ, കുറച്ചുകൂടെ വേണം. അപ്പം അതിനു വേണ്ടി ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, ഈ ഗവൺമെൻറ് വന്നപ്പം തന്നെ കോൺഗ്രസും UDF എടുത്തൊരു തീരുമാനമുണ്ട്. 6 മാസത്തേക്ക് ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കുന്നതും സമരം ചെയ്യുന്നതും വളരെ നിയന്ത്രണത്തോടു കൂടി മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു, ഇനി ശക്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരും. കോൺഗ്രസിൽ വിമർശനത്തെ ഒരിക്കലും അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. വിമർശനങ്ങളിൽ ശരിയും തെറ്റും തിരിച്ചറിയും. ശരിയാണെങ്കിൽ അത് ഉൾക്കൊള്ളും, തെറ്റാണെങ്കിൽ വിമർശിച്ചവരെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അതാണ് കോൺഗ്രസിൻ്റെ ശൈലി. അപകട ഭീഷണിയിൽ ആൽമരം. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. മഞ്ചേശ്വരം നാഷണൽ ഹൈവേക്ക് സമീപമാണ് ഈ കാഴ്ച. ഒരു കാലത്ത് വഴിയാത്രക്കാരുടെ വിശ്രമ കേന്ദ്രവും അതിലുപരി തണലേകിയതുമായ കൂറ്റൻ ആൽമരമാണ് ഇന്ന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിനടുത്തുള്ള നാഷണൽ ഹൈവേക്ക് സമീപമാണ് ഈ കാഴ്ച. 4 മാസം മുമ്പ് ആൽമരത്തിനടുത്ത് പാർക്ക് ചെയ്ത വാഹനത്തിന് മുകളിൽ മരച്ചില്ലയൊടിഞ്ഞ് പോറലേറ്റിരുന്നു. വാഹനത്തിനകത്ത് ആൾക്കാരില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇതിനെ തുടർന്ന് മംഗൽപാടി അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും ഈ വിഷയം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ PWD സെക്ഷനോ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു അധികൃതരുടെ മറുപടി.
ഇത്തരമൊരവസ്ഥയിൽ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പയസ്വിനി കാസർഗോഡിന്റെ നേതൃത്വത്തിൽ ഗഡിനാട് കന്നഡ സംസ്കൃതി ഉത്സവം സംഘടിപ്പിച്ചു. കാസർഗോഡ് നാഗരഘട്ടയിലെ കൊറക്കോളിൽ നടന്ന പരിപാടി നാടക അക്കാദമി അംഗം ഉമേഷ് എം സാലിയാൻ ഉദ്ഘാടനം ചെയ്തു. പഴശ്ശിനി കാസർഗോഡിന്റെ നേതൃത്വത്തിലാണ് ഗഡിനാട് കന്നഡ സംസ്കൃതി ഉത്സവം കാസർഗോഡ് നാഗരഘട്ടയിൽ നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം നാടക അക്കാദമി അംഗം ഉമേഷ് എം സാലിയാൻ നിർവഹിച്ചു. ನಾವು ಕರ್ನಾಟಕದ ಭಾಗವಾಗಬೇಕಾದ ನಾವು ಕೇರಳದಲ್ಲಿ ಉಳಿದುಕೊಂಡಿದ್ದೇವೆ. ಕೇರಳದಲ್ಲಿ ಉಳಿದುಕೊಂಡರೂ ನಮಗೆ ಭಾಷಾ ಅಲ್ಪಸಂಖ್ಯಾತರಿಗೆ ಕೊಡಬೇಕಾದ ಎಲ್ಲ ಸವಲತ್ತುಗಳನ್ನು ಎರಡು ಸರ್ಕಾರವು ಕೊಡಬೇಕಾಗಿದೆ. ಕೊಡ್ತಾ ಇದೆ ಎಂಬುದೊಂದು ಪ್ರಶ್ನೆ ನಮ್ಮ ಮುಂದೆ ಇದೆ. ಸುಮಾರು ದಿನಗಳಿಂದ, ಸುಮಾರು ವರ್ಷಗಳಿಂದ ನಮ್ಮ ಕನ್ನಡತನವನ್ನು ಉಳಿಸಲಿಕ್ಕೋಸ್ಕರ ನಾವು ನಿರಂತರವಾಗಿ ಹೋರಾಟದ ದಾರಿಯಲ್ಲಿದ್ದೇವೆ. കന്നഡ നടനും സംവിധായകനുമായ ദേവരാജ് മുഖ്യാതിഥിയായി. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച നാടകം, സംഗീതമേള തുടങ്ങിയവ കാണികളുടെ കയ്യടി ഏറ്റുവാങ്ങി. തുടർന്ന് BEM സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി മേഘ ശിവരാജിൻ്റെ മധുര എന്ന പുസ്തക സമാഹാരത്തിൻ്റെ പ്രകാശനവും മാതിരിക്കൽ ചടങ്ങും നടന്നു. നാടക നടൻ ഗണേഷ് കാരാന്ത, കാസർഗോഡ് നഗരസഭാ അംഗം ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. അസാമാന്യ നേതൃശക്തിയും ധീരതയുമുള്ള നേതാവായിരുന്നു അന്തരിച്ച SK കുട്ടനെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ രംഗത്തും രാഷ്ട്രീയത്തിന് പുറത്തുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കുറേ വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഉമാനാഥ റാവുജി, അതുപോലെ മദൻ റാവുവും, പിന്നെ അക്കൂട്ടത്തിൽ വളരെ തലയെടുപ്പോടുകൂടി എല്ലാ പൊതുപ്രവർത്തന രംഗത്തും, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും നിറസാന്നിധ്യമായി നിലയുറപ്പിച്ചിരുന്ന വളരെ വലിയ വ്യക്തിത്വങ്ങൾ നമ്മുടെ കാഞ്ഞങ്ങാട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത് അപ്പായി കുഞ്ഞിരാമൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഞാനൊക്കെ ചെറുപ്പത്തിലൂടെ വരുന്ന സമയത്ത് ഇവരെ കണ്ട് വളരെ അത്ഭുതത്തോടുകൂടി നോക്കിയിട്ടുണ്ട്. ഒരു 10 അത്തരം ആളുകൾ നിരന്നു നിന്നാൽ ഒരു ആയിരക്കണക്കിന് ആളുകളുടെ ഒരു അനുഭവവും സാന്നിധ്യവുമായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ. ഞങ്ങൾക്കൊക്കെ വളരെ ആവേശവും പ്രചോദനവുമായി. കുട്ടേട്ടൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികളോടും മുതിർന്നവരോടും ഏത് പ്രായക്കാരോടും ഏത് നിലയിലുള്ളവരോടും വളരെ സൗഹൃദപരമായി ഇടപെടുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം കുട്ടേട്ടനുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ആദർശവിശുദ്ധിയുടെ പ്രതീകമായ SK കുട്ടൻ ജാടകളില്ലാത്ത അഭിമാനിയായ പൊതുപ്രവർത്തകനായിരുന്നു എന്ന് സർവകക്ഷി യോഗം അഭിപ്രായപ്പെട്ടു. പടിഞ്ഞാറക്കരയിൽ നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് MC ജോസ്, വത്സൻ തില്ലങ്കേരി, AV രാമകൃഷ്ണൻ, മടിക്കൈ കമ്മാരൻ, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, K വേണുഗോപാലൻ നമ്പ്യാർ, അരവിന്ദൻ മാണിക്കോത്ത്, TV കരിയൻ, T മുഹമ്മദ് അസ്ലം, T കൃഷ്ണൻ, കരുണാകരൻ നമ്പ്യാർ, PK രാമൻ, ദാമോദര പണിക്കർ, C മുഹമ്മദ് കുഞ്ഞി, A വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് സൗത്ത് മാതൂത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്രവിഗ്രഹത്തിൽ ചാർത്തിയ ആഭരണങ്ങളും 6 ഭണ്ഡാരങ്ങളും മോഷ്ടാക്കൾ കവർന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാതോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കവർച്ച. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത മോഷ്ടാക്കൾ വിഗ്രഹത്തിൽ ചാർത്തിയ 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും താലിയും കവർന്നു. ക്ഷേത്രത്തിനകത്തെ 7 ഭണ്ഡാരങ്ങളും കവർന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തി കക്കാട്ടെ വിഷ്ണുദാസ് നമ്പൂതിരിയാണ് കവർച്ച നടന്ന വിവരം ആദ്യം അറിയുന്നത്. തുടർന്ന് നാട്ടുകാരെ വിളിച്ചു വരുത്തി നടത്തിയ പരിശോധനയിൽ ഭണ്ഡാരങ്ങൾ ഉൾപ്പെടെ കവർച്ച നടന്നതായി കണ്ടെത്തി. 5:30 മണിക്ക് മേൽശാന്തി വന്നിട്ട് അറിയിക്കുമ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. ഉടൻ തന്നെ നമ്മളിവിടെ വന്ന് ക്ഷേത്ര ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ഖജാൻജി എല്ലാം വന്ന്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ എല്ലാവരും കൂടി വന്ന് നോക്കി. അപ്പോൾ ഭണ്ഡാരമൊക്കെ പൊട്ടിച്ചതായിട്ട് കണ്ടു. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ തുറന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചുറ്റുപാടൊക്കെ പരിശോധന നടത്തിയപ്പോൾ കളവ് നടന്നതായിട്ട് മനസ്സിലാവുകയും അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അപ്പം തന്നെ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. ഹോസ്ദുർഗ സബ് ഇൻസ്പെക്ടർ ബിജു പ്രകാശിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. സമീപത്തെ പുതിയ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവും തകർക്കപ്പെട്ട നിലയിലാണ്. മഞ്ചേശ്വരം, തുമിനാട് പ്രദേശങ്ങളിൽ അനധികൃത തട്ടുകടകൾ വ്യാപകം. നാഷണൽ ഹൈവേക്ക് സമീപമുള്ള തട്ടുകടകൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ.
മഞ്ചേശ്വരം തൂമിനാട് പരിസര പ്രദേശങ്ങളിൽ മുൻപൊരിക്കൽ അനധികൃതമായ തട്ടുകട നീക്കം ചെയ്തിരുന്നെങ്കിലും ഇത്തരം അവസ്ഥ തുടരുകയാണ്. എന്നാൽ ഇത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ നീക്കം ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയത്. നാഷണൽ ഹൈവേ പരിസരത്ത് അനധികൃതമായുള്ള കടകളെ ഒഴിപ്പിച്ച് വഴിയാത്രക്കാർക്കും വാഹനം പാർക്ക് ചെയ്യാനും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളിൽ നിന്നും നിരവധി പരാതികൾ ലഭിച്ചതിന്റെ ഭാഗമായാണ് നീക്കം ചെയ്യൽ നടപടി തുടങ്ങിയത്. ഇനിയും ബാക്കിയുള്ള അനധികൃത തട്ടുകടകൾ എത്രയും വേഗത്തിൽ ഒഴിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ വെള്ളിക്കോത്തെ BC ബാബുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്തി. BC ബാബുവിന്റെ പാതിവഴിയിലായ വീട് നിർമ്മാണത്തിന് 5 ലക്ഷം രൂപയുടെ സഹായ വാഗ്ദാനം. അകാലത്തിൽ മരണപ്പെട്ട മാധ്യമപ്രവർത്തകൻ BC ബാബുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി എത്തി. വെള്ളിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട്ടെത്തിയ അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്കും പ്രസ് ഫോറം ഭാരവാഹികൾക്കും ഒപ്പമാണ് വെള്ളിക്കോത്തെ BC ബാബുവിന്റെ വസതിയിലെത്തിയത്. BC ബാബുവിന്റെ ഭാര്യ സുലേഖയെയും മക്കളെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തി മാധ്യമരംഗത്ത് വേറിട്ട ശൈലി കാഴ്ചവെച്ച BC ബാബുവിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട് പാതിവഴിയിലായ വിഷയം പ്രസ് ഫോറം ഭാരവാഹികൾ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അരയി ഗുരുവനത്ത് സർക്കാർ പതിച്ചു നൽകിയ 5 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മാണം പാതിവഴിയിൽ കിടക്കുകയാണെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉമ്മൻചാണ്ടി അബുദാബി വീക്ഷണം റീഡേഴ്സ് ഫോറം പ്രവർത്തകരുമായി ബന്ധപ്പെട്ടു. വീട് നിർമ്മാണത്തിന് സഹായമായി വീക്ഷണം റീഡേഴ്സ് ഫോറം പ്രവർത്തകർ 5 ലക്ഷം രൂപ നൽകുമെന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചു. ഉമ്മൻചാണ്ടിയോടൊപ്പം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, CV സുരേഷ്, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് MC ജോസ്, വിനോദ് കുമാർ പളയിൽ വീട്, ഹരീഷ് P നായർ, T കുഞ്ഞികൃഷ്ണൻ, അരവിന്ദാക്ഷൻ നായർ, P ബാലകൃഷ്ണൻ, പ്രസ് ഫോറം പ്രസിഡന്റ് K ബാബു, വൈസ് പ്രസിഡന്റ് P പ്രവീൺകുമാർ തുടങ്ങിയവരുമുണ്ടായിരുന്നു. യുവാക്കൾ സമരസജ്ജരാകണമെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ. യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഭരണകൂടങ്ങൾ കേന്ദ്രത്തിലും കേരളത്തിലും ഭരണം കൈയാളുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി യുവജനങ്ങൾ സമരസന്നദ്ധരാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ വിജയനിടത്തോട് അധ്യക്ഷനായി. സാജിദ് മൗവൽ, M അസൈനാർ, ഹരീഷ് P നായർ, അഡ്വക്കേറ്റ് ശ്രീജിത്ത് മാടക്കാൽ, പത്മരാജൻ ഇങ്ങോത്ത്, BP പ്രദീപ്കുമാർ, സന്തു ടോം ജോസ്, KP മോഹനൻ, പ്രവീൺ തോയമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ BC ബാബുവിന്റെ വേർപാടിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. വീടെന്ന സ്വപ്നം ബാക്കിയാക്കി യാത്രയായ BC ബാബുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. പത്രപ്രവർത്തന രംഗത്ത് വേറിട്ട ശൈലിയിലൂടെ നിറഞ്ഞുനിന്ന BC ബാബുവിന്റെ വേർപാടിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. സന്ധിയില്ലാത്ത പത്രപ്രവർത്തന ശൈലിക്കുടമയായ BC ബാബുവിന്റെ ജീവിതാഭിലാഷമായ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതെ കിടക്കുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ പ്രസ് ഫോറം പ്രസിഡന്റ് K ബാബു പറഞ്ഞു. BC ബാബുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ സർവകക്ഷി യോഗത്തിൽ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. യോഗത്തിൽ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, മെട്രോ മുഹമ്മദ് ഹാജി, P നാരായണൻ, A ദാമോദരൻ, ബഷീർ വെള്ളിക്കോത്ത്, P മുഹമ്മദ് ഉജി മാസ്റ്റർ, അഡ്വക്കേറ്റ് TK സുധാകരൻ, AV രാമകൃഷ്ണൻ, E കൃഷ്ണൻ, EV ജയകൃഷ്ണൻ, മാധവൻ പാക്കം തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മോദിയെ കുറ്റവിചാരണ ചെയ്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് കോൺഗ്രസ് കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി. സമന്വയ ഭാരത് ഉത്സവ് അഖിലേന്ത്യാ കലോത്സവത്തിന് ഉജ്ജ്വല തുടക്കം. പരിപാടി നടക്കുന്നത് മുനിസിപ്പൽ ടൗൺ ഹാളിൽ. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ മാത്രമേ കോൺഗ്രസ് നോക്കിക്കാണൂവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാഞ്ഞങ്ങാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകട ഭീഷണിയിൽ ആൽമരം. മഞ്ചേശ്വരം നാഷണൽ ഹൈവേക്ക് സമീപമാണ് ഈ കാഴ്ച. പയസിനി കാസർഗോഡിന്റെ നേതൃത്വത്തിൽ ഗഡിനാട് കന്നഡ സംസ്കൃതി ഉത്സവം സംഘടിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.